മേടം രാശിക്കാരെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യാദൃശ്ചികമല്ല. ഇത് ആകസ്മികമല്ല. ഇത് ഒരു സൂചനയാണ്, ഒരു ദിവ്യമായ സൂചന. ആകാശത്തിലെ നക്ഷത്രങ്ങൾ നിങ്ങൾക്കുവേണ്ടി ഒരു സന്ദേശം കൊണ്ടുവന്നിരിക്കുന്നു. ആ സന്ദേശം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു. ഒരു നിമിഷം പോലും പാഴാക്കരുത്, ഒരു വാക്ക് പോലും വിടരുത്. കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സത്യമാണ്. ഒരു വലിയ സത്യം, ഒരു അഗാധമായ സത്യം. അടുത്ത 15 ദിവസങ്ങൾ. ഈ 15 ദിവസങ്ങൾ മേടം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ആകാൻ പോകുന്നു. ഈ ദിവസങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ഈ ദിവസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ പഴയ ആളായിരിക്കില്ല. ഒരു പുതിയ ജീവിതം, ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ഊർജം, അത് നിങ്ങളിലേക്ക് ഒഴുകി വരാൻ പോകുന്നു. ഇപ്പോൾ, ഈ നിമിഷം, ഈ ഘട്ടത്തിൽ ആകാശത്ത് ഗ്രഹങ്ങൾ ഒരു അസാധാരണമായ നിലയിൽ നിൽക്കുകയാണ്. 150 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ മാത്രം വരുന്ന ഒരു ഗ്രഹസംഗമം ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു. ഈ ഒരു സംഗമം മേടം രാശിക്കാർക്ക് ഒരു വലിയ ശക്തി നൽകാൻ പോകുന്നു. ഒരു ദൈവീക ശക്തി, ഒരു കോസ്മിക് ശക്തി. ആ ശക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. നിങ്ങൾ അത് അനുഭവിക്കും, നിങ്ങൾ അത് തൊടും, നിങ്ങൾ അത് ജീവിക്കും. ഗുരു, ആ മഹാഗ്രഹം, ജ്ഞാനത്തിന്റെ രാജാവ്, ഭാഗ്യത്തിന്റെ ദേവൻ, അദ്ദേഹം ഇപ്പോൾ മേടം രാശിയിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുകയാണ്. ഈ ഗുരുപെയർച്ചയുടെ ഊർജം മേടം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയ വിപ്ലവം കൊണ്ടുവരും. ദീർഘകാലമായി നിൽക്കാതിരുന്ന കാര്യങ്ങൾ നിൽക്കും. ദീർഘകാലമായി കിട്ടാതിരുന്ന കാര്യങ്ങൾ കിട്ടും. ദീർഘകാലമായി കാത്തിരുന്ന നിങ്ങൾക്ക് ഇനി കൂടുതൽ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഗുരുവിന്റെ ദൃഷ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വെളിച്ചം വീഴ്ത്തും. ആ വെളിച്ചത്തിൽ എല്ലാ ഇരുട്ടും ഓടിപ്പോകും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഊർജം ഒരേ സമയം ശക്തിയും പരീക്ഷണവുമാണ്. ഗുരു നൽകുന്ന ഭാഗ്യം ചിലർക്ക് ഒറ്റ രാത്രി കൊണ്ട് ജീവിതം മാറ്റും. ചിലർക്ക് ക്ഷമ ആവശ്യമായിരിക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മേടം രാശിക്കാർ ഈ ഘട്ടം ശരിയായി ഉപയോഗിച്ചാൽ ജീവിതം ഒരിക്കലും പഴയതുപോലെ ആകില്ല. ഈ നേരം, ഈ ഘട്ടം, ഈ ദിവസങ്ങൾ, ഇതെല്ലാം ഒരു സ്വർണ്ണ നിമിഷമാണ്. ശനി, ആ കർമ്മഗ്രഹം, ആ ന്യായാധിപൻ, അദ്ദേഹം ഇപ്പോൾ മേടം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു കണ്ണ് വച്ചിരിക്കുന്നു. ശനിയുടെ ദൃഷ്ടി ഒരിക്കലും ലഘുവായി കണ്ടുകൂടാ. ദീർഘകാലമായി നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. നല്ല കർമ്മങ്ങൾ ചെയ്തവർക്ക് നല്ല ഫലം, ചീത്ത കർമ്മങ്ങൾ ചെയ്തവർക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ. ശനി ഒരിക്കലും തെറ്റ് ചെയ്യില്ല. ശനി ഒരിക്കലും നിങ്ങളെ ശിക്ഷിക്കുന്നില്ല. ശനി നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ആ പഠനം ചിലപ്പോൾ വേദനാജനകമായിരിക്കും. പക്ഷേ ആ വേദനയ്ക്കപ്പുറം ഒരു വലിയ വളർച്ചയുണ്ട്, ഒരു വലിയ ഉന്നതിയുണ്ട്. രാഹു, ആ നിഴൽഗ്രഹം, ആ ദുരൂഹ ശക്തി, അദ്ദേഹം ഇപ്പോൾ മേടം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു ചലനം ഉണ്ടാക്കുകയാണ്. രാഹുവിന്റെ ചലനം ഒരിക്കലും ലളിതമല്ല. ഒളിഞ്ഞ അപകടങ്ങൾ, ഒളിഞ്ഞ ശത്രുക്കൾ, ഒളിഞ്ഞ അവസരങ്ങൾ, ഇതെല്ലാം ഒരേ സമയം രാഹു നൽകും. കേതു, ആ മോക്ഷഗ്രഹം, ആ ആത്മീയ ശക്തി, അദ്ദേഹം ഇപ്പോൾ നിങ്ങളുടെ ആത്മാവിൽ ഒരു ഉണർവ് ഉണ്ടാക്കുകയാണ്. ഈ നേരം ആത്മീയ ചിന്തകൾ കൂടും, ദൈവത്തോടുള്ള ആകർഷണം കൂടും, ജീവിതത്തിന്റെ ആഴത്തിലുള്ള അർത്ഥം തേടാൻ നിങ്ങൾ ആഗ്രഹിക്കും. അത് ഒരു നല്ല ലക്ഷണമാണ്. ആ ആത്മീയ ഉണർവ് നിങ്ങളെ ഒരു പുതിയ ഉയരത്തിലേക്ക് കൊണ്ടുപോകും. ഗ്രഹദിശ, ആ അദൃശ്യമായ ഊർജ്ജപ്രവാഹം, ഇപ്പോൾ മേടം രാശിക്കാർക്ക് ഒരു ദൈവീക ദിശ തുറക്കുകയാണ്. ഈ ദിശ ഒരു ഭാഗ്യദ്വാരമാണ്. ഈ ദ്വാരം ഇപ്പോൾ തുറന്നിരിക്കുന്നു. ഇതിലൂടെ ഒഴുകിവരുന്ന ഊർജം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉദയം ഉണ്ടാക്കും. ഒരു പുതിയ ഒരു പുതിയ ശക്തി, ഒരു പുതിയ ആത്മവിശ്വാസം, ഇതെല്ലാം ഇനി ഈ ഘട്ടത്തിൽ നിങ്ങൾ അനുഭവിക്കും. ഇനി തൊഴിലിനെക്കുറിച്ച് പറയണം. ദീർഘകാലമായി തൊഴിലിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മേടം രാശിക്കാർ ഉണ്ടെങ്കിൽ ഇനി ആ ബുദ്ധിമുട്ടുകൾ ഒന്നൊന്നായി മാറിത്തുടങ്ങും. ദീർഘകാലമായി ഒരു ജോലി കിട്ടാൻ കാത്തിരിക്കുന്നവർ ഉണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ ആ കാത്തിരിപ്പ് അവസാനിക്കും. ദീർഘകാലമായി ഒരു ഉദ്യോഗക്കയറ്റം ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ ഇനി ആ ആഗ്രഹം സഫലമാകും. ഗുരുവിന്റെ ദൃഷ്ടി തൊഴിൽ മേഖലയിൽ ഒരു വലിയ പ്രകാശം വീഴ്ത്തുകയാണ്. ആ പ്രകാശത്തിൽ നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ കാണും. നിങ്ങളുടെ പ്രതിഭ അംഗീകരിക്കപ്പെടും. ദീർഘകാലമായി നിങ്ങൾ ചെയ്ത അധ്വാനത്തിന് ഇനി ഒരു ഫലം കിട്ടും. ആ ഫലം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വലുതായിരിക്കും. ബിസിനസ് ചെയ്യുന്ന മേടം രാശിക്കാർ, നിങ്ങൾക്ക് ഒരു വലിയ സന്ദേശമുണ്ട്. ദീർഘകാലമായി ബിസിനസ്സിൽ ഉണ്ടായ തകർച്ചകൾ, ഒടിഞ്ഞ കരാറുകൾ, നഷ്ടപ്പെട്ട ഉപഭോക്താക്കൾ, ഉടഞ്ഞ പ്രതീക്ഷകൾ, ഇതെല്ലാം ഇനി ഒരു ഓർമ്മ മാത്രമാകും. ഈ ഘട്ടം ബിസിനസ്സിൽ ഒരു പുതിയ അധ്യായം തുടങ്ങുന്ന നേരമാണ്. പുതിയ ഉപഭോക്താക്കൾ വരും, പുതിയ കരാറുകൾ ഒപ്പിടും, പുതിയ അവസരങ്ങൾ കതകിൽ മുട്ടും. ആ കതക് തുറക്കാൻ നിങ്ങൾ തയ്യാറാകണം. ആ അവസരം കൈവിടരുത്. ഒരിക്കൽ പോയ അവസരം തിരിച്ചുവരില്ല. ഈ നേരം, ഈ ഘട്ടം, ഇത് നിങ്ങളുടേതാണ്. സാമ്പത്തിക കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ദീർഘകാലമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മേടം രാശിക്കാറുണ്ടോ? കടബാധ്യതകൾ, ലോൺ ബുദ്ധിമുട്ടുകൾ,
പ്രതീക്ഷിക്കാതെ ഉണ്ടായ ചിലവുകൾ. ഇതെല്ലാം ഒരു ഭാരം പോലെ ഹൃദയത്തിൽ ചുമക്കുന്നവർ ഉണ്ടോ? അവർക്ക് ഒരു സന്ദേശം ഉണ്ട്. ഈ ഭാരം ഇനി ഇറങ്ങും. ഗ്രഹദിശ ഇപ്പോൾ ധനകാരകൻ ആയ ഗ്രഹത്തിൽ ഒരു ഊർജ്ജം ഉണ്ടാക്കിയിരിക്കുന്നു. ആ ഊർജ്ജം സാമ്പത്തിക ഒഴുക്ക് ഉണ്ടാക്കും. പ്രതീക്ഷിക്കാത്ത ഒരു ധനം, ഒരു ബോണസ്, ഒരു സഹായം, ഒരു ദൈവദാനം, ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇത് നിങ്ങളിലേക്ക് വരും. ഇത് ഉറപ്പാണ്. അടുത്ത 7 ദിവസങ്ങളിൽ ആദ്യ ഘട്ടത്തിൽ ഒരു അദ്ഭുതം സംഭവിക്കാൻ പോകുന്നു. ദീർഘകാലമായി ഉറഞ്ഞു ഇടന്ന ഒരു സാമ്പത്തിക ഒഴുക്ക് പൊടുന്നനെ തുറക്കും. ഒരു ഫോൺ കോൾ, ഒരു സന്ദേശം, ഒരു കണ്ടുമുട്ടൽ, ഒരു ഇടപാട്. ഇതിലൊന്ന് ഈ ആദ്യ 7 ദിവസങ്ങളിൽ നടക്കും. ആ നിമിഷം ശ്രദ്ധിക്കണം. ആ അവസരം കൈനീട്ടി സ്വീകരിക്കണം. അതാണ് ദൈവം നിങ്ങൾക്ക് അയക്കുന്ന ആദ്യ സൂചന. ഇനി പ്രണയത്തെക്കുറിച്ച് പറയണം. ഹൃദയം, ആ മൃദുലമായ ഇടം, ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒളിഞ്ഞിരിക്കുന്ന ഇടം. അവിടെ ഈ ഘട്ടത്തിൽ ഒരു ചലനം ഉണ്ടാകും. ദീർഘകാലമായി ഒരു പ്രണയം ആഗ്രഹിക്കുന്ന മേടം രാശിക്കാറുണ്ടെങ്കിൽ ഈ ഘട്ടം ആ ആഗ്രഹം നിറവേറ്റാൻ ഒരു ദൈവദൂതൻ ഇറങ്ങിവരുന്ന നേരമാണ്. ഒരു പ്രത്യേക വ്യക്തി, ഒരു പ്രത്യേക ബന്ധം, ഒരു പ്രത്യേക അനുഭവം. ഇത് ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. നിങ്ങൾ ഒരുക്കമായിരിക്കണം. ഹൃദയം തുറന്നിരിക്കണം. ഭൂതകാലത്തിന്റെ ഭാരം ഹൃദയത്തിൽ ചുമക്കരുത്. ഇതിനകം ഒരു ബന്ധത്തിൽ ഉള്ളവർക്കും ഒരു സന്ദേശമുണ്ട്. ദീർഘകാലമായുള്ള ബന്ധത്തിൽ ഒരു പുതിയ ഊർജ്ജം ഇപ്പോൾ ഒഴുകി വരികയാണ്. ദൂരം ഉണ്ടായിരുന്ന ഇടങ്ങളിൽ അടുപ്പം ഉണ്ടാകും. ഭിന്നത ഉണ്ടായിരുന്ന ഇടങ്ങളിൽ ഒരു ഒത്തുതീർപ്പുണ്ടാകും. നിലച്ചുപോയ സംഭാഷണങ്ങൾ വീണ്ടും തുടങ്ങും. ഉടഞ്ഞ വിശ്വാസം ഒരിക്കൽ കൂടി ഒട്ടിക്കും. ഇത് ഗുരുവിന്റെ കൃപ. ഇത് ദൈവത്തിന്റെ ഇഷ്ടം. ഈ ബന്ധം ഇനി കൂടുതൽ ദൃഢമാകും. ആ ദൃഢത ഒരു ജീവിതകാലം നിലനിൽക്കും. രണ്ടാം ഘട്ടത്തിൽ അടുത്ത 7 ദിവസങ്ങളിൽ ഒരു ബന്ധത്തിൽ ഒരു വലിയ തീരുമാനം ഉണ്ടാകും. ആ തീരുമാനം ഒടിയോ ഉറയ്ക്കുമോ? അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഒരു ബന്ധം ഇനി മുൻപോട്ട് പോകണോ അതോ ഒടിഞ്ഞു ഒഴിയണോ? ഈ ചോദ്യം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ ഉദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം ഹൃദയം കൊണ്ട് തേടണം. ബുദ്ധി കൊണ്ടല്ല, ഹൃദയം കൊണ്ട്. ആ ഉത്തരം ശരിയായ ഒന്നായിരിക്കും. ആ ഉത്തരം നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ ദിശ നൽകും. കുടുംബ ജീവിതത്തിലേക്ക് വരികയാണ്. ദീർഘകാലമായി കുടുംബത്തിൽ ഉണ്ടായ ഭിന്നതകൾ, ചെറിയ തർക്കങ്ങൾ, ആരോ ആരോടോ ഉള്ള ദേഷ്യം, ആരോ ആരോടോ ഉള്ള പ്രതിഷേധം, ഇതെല്ലാം ഈ ഘട്ടത്തിൽ ഒഴിഞ്ഞു പോകും. ഒരു ചൂടുള്ള ഒത്തുചേരൽ, ഒരു ഉൾക്കരിഞ്ഞ സംഭാഷണം, ഒരു കണ്ണുനീർ, ഒരു ആലിംഗനം. ഇതിലൊന്ന് ഈ ദിവസങ്ങളിൽ കുടുംബത്തിൽ നടക്കും. കുടുംബ ബന്ധങ്ങൾ ഇനി കൂടുതൽ ആഴമേറിയ ഒന്നായിത്തീരും. ആ ആഴം ഒരു ഭദ്രമായ അടിത്തറ ആകും. ആ അടിത്തറ ഒരിക്കലും ഒടിയില്ല. വിവാഹ കാര്യങ്ങളിൽ ദീർഘകാലമായി വിവാഹം നടക്കാതെ കാത്തിരിക്കുന്ന മേടം രാശിക്കാറുണ്ടെങ്കിൽ ഈ ഘട്ടം ആ കാത്തിരിപ്പ് അവസാനിക്കുന്ന നേരമാണ്. ഒരു നല്ല ആലോചന വരും. ഒരു നല്ല ബന്ധം ഒരുങ്ങും. ഒരു നല്ല കൂടിക്കാഴ്ച ഉണ്ടാകും. ഈ ദിവസങ്ങൾ വളരെ ശ്രദ്ധയോടെ ഉള്ള ഒരു കാലഘട്ടമാണ്. ഈ ദിവസങ്ങളിൽ ഒരു വലിയ മുഹൂർത്തം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ മുഹൂർത്തം ഒരിക്കലും ഓടിപ്പോകില്ല. ആ മുഹൂർത്തം നിങ്ങൾക്കു വേണ്ടി ദൈവം നിശ്ചയിച്ചതാണ്. ആരോഗ്യത്തെക്കുറിച്ച് പറയേണ്ടത് ഇവിടെ അത്യാവശ്യമാണ്. ദീർഘകാലമായി ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മേടം രാശിക്കാറുണ്ടെങ്കിൽ ഈ ഘട്ടം ആ പ്രശ്നങ്ങൾക്ക് ഒരു ശമനം ലഭിക്കുന്ന നേരമാണ്. ദീർഘകാലമായി ഒരു വേദന ചുമക്കുന്നവർ ഉണ്ടോ? ഒരു അസുഖം കൊണ്ടു നടക്കുന്നവർ ഉണ്ടോ? ഒരു ക്ഷീണം, ഒരു ദൗർബല്യം, ഒരു അദൃശ്യമായ ഭാരം, ഇതെല്ലാം ഇനി ഒഴിഞ്ഞുപോകും. ഗ്രഹദിശ ഇപ്പോൾ ആരോഗ്യകാരകനായ ഗ്രഹത്തിൽ ഒരു ഊർജ്ജപ്രവാഹം ഉണ്ടാക്കിയിരിക്കുന്നു. ആ ഊർജ്ജം ശരീരത്തിൽ ഇറങ്ങും. ആ ഊർജ്ജം കോശങ്ങളിൽ ഓടും. ആ ഊർജ്ജം ജീവശക്തി നൽകും. ഒരു നല്ല ഡോക്ടർ, ഒരു നല്ല മരുന്ന്, ഒരു നല്ല ചികിത്സ, ഇതിലൊന്ന് ഈ ദിവസങ്ങളിൽ ലഭിക്കും. ആ ചികിത്സ ഫലം ചെയ്യും. ആ മരുന്ന് ഫലം ചെയ്യും. ദൈവം നിങ്ങൾക്ക് ആരോഗ്യം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഘട്ടത്തിൽ ഭക്ഷണക്രമം ശ്രദ്ധിക്കണം. ഉറക്കം ശ്രദ്ധിക്കണം. അമിതമായ ക്ഷീണം ഉണ്ടാകാൻ അനുവദിക്കരുത്. ശരീരം ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രം ശുദ്ധമായി സൂക്ഷിക്കണം. ആ ക്ഷേത്രം ഭദ്രമായി സൂക്ഷിക്കണം. ഈ ഘട്ടത്തിൽ ശരീരത്തിന് കൂടുതൽ ശ്രദ്ധ നൽകണം. ആ ശ്രദ്ധ ഒരു നിക്ഷേപമാണ്. ആ നിക്ഷേപത്തിന്റെ ഫലം ദീർഘകാലം ആസ്വദിക്കും. മനസ്സ് ശാന്തമാക്കണം. ആകുലതകൾ ഒഴിവാക്കണം. ഉൾക്കൊള്ളാനാകാത്ത ആശങ്കകൾ ദൈവത്തിന് വിട്ടുകൊടുക്കണം. ദൈവം അതെല്ലാം ഏറ്റെടുക്കും. ദൈവം അതെല്ലാം ശരിയാക്കും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പഠിക്കുന്ന മേടം രാശിക്കാറുണ്ടെങ്കിൽ ഈ ഘട്ടം ഒരു വലിയ ബ്രേക്ക് ത്രൂ ആണ്. ദീർഘകാലമായി ഒരു പ്രത്യേക കോഴ്സ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടോ? ഒരു പ്രത്യേക പരീക്ഷ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടോ? ഒരു പ്രത്യേക സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ ചേരണം എന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടോ? ഈ ആഗ്രഹങ്ങൾ ഇനി നിറവേറും. ഗുരുവിന്റെ അനുഗ്രഹം വിദ്യ നൽകുന്ന ഗ്രഹത്തിൽ ഇറങ്ങിയിരിക്കുന്നു. ആ അനുഗ്രഹം ബുദ്ധിയെ തൂക്കിക്കൂട്ടും. ഓർമ്മ ശക്തി കൂടും. കഠിനമായ വിഷയങ്ങൾ എളുപ്പമായി തോന്നും. ഇതുവരെ മനസ്സിലാകാതിരുന്നത് ഇനി മനസ്സിലാകും.
ഈ നേരം, ഈ ദിവസങ്ങൾ, ഇത് വിദ്യാർത്ഥികൾക്ക് ഒരു സ്വർണ്ണ കാലഘട്ടമാണ്. ഇനി വിദേശ കാര്യങ്ങളിലേക്ക് വരാം. ദീർഘകാലമായി വിദേശത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന മേടം രാശിക്കാരുണ്ടോ? ദീർഘകാലമായി ഒരു വിസ്, ഒരു ജോലി, ഒരു അവസരം ഇതിനായി കാത്തിരിക്കുന്നവർ ഉണ്ടോ? ആ കാത്തിരിപ്പ് ഇനി ഏറെ നേരം വേണ്ട. ഈ ഘട്ടത്തിൽ വിദേശ ബന്ധങ്ങൾ ശക്തമാകും. വിദേശത്തു നിന്ന് ഒരു നല്ല വാർത്ത വരും. ഒരു അദ്ഭുതം, ഒരു ഫോൺ, ഒരു കത്ത്, ഒരു ഇമെയിൽ, ഒരു ക്ഷണം. ഈ ദിവസങ്ങളിൽ ഇതിലൊന്ന് നിങ്ങളിലേക്ക് വന്നെത്തും. ഗ്രഹദിശ ഇപ്പോൾ ദൂരസ്ഥലങ്ങളുടെ കാരകനായ ഗ്രഹത്തിൽ ഒരു ചലനം ഉണ്ടാക്കിയിരിക്കുന്നു. ആ ചലനം ഒരു നിയോഗമാണ്. ആ നിയോഗം നിങ്ങളെ ഒരു പുതിയ ഭൂമിയിലേക്ക് കൊണ്ടുപോകും. ഒരു പുതിയ ജീവിതം, ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഉദയം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണം. മൂന്നാം ഘട്ടത്തിൽ അടുത്ത 15 ദിവസങ്ങൾക്കുള്ളിൽ ഒരു രഹസ്യം പുറത്തുവരും. ദീർഘകാലമായി ആരോ ഒരാൾ നിങ്ങൾക്ക് ദ്രോഹം ചെയ്യുകയായിരുന്നു. ദീർഘകാലമായി ആരോ ഒരാൾ നിങ്ങൾക്ക് പിന്നിൽ നിന്ന് കുഴി കുഴിക്കുകയായിരുന്നു. ദീർഘകാലമായി ആരോ ഒരാൾ നിങ്ങളുടെ മുഖത്ത് ചിരിച്ചും മനസ്സിൽ വഞ്ചിച്ചും നിൽക്കുകയായിരുന്നു. ആ ആൾ ആരാണ് എന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളും. ആ സത്യം ഒരു ഇടിമിന്നൽ പോലെ നിങ്ങളുടെ ഉള്ളിൽ ഇറങ്ങും. ആ ഞെട്ടൽ ആദ്യം വേദനിപ്പിക്കും. പക്ഷേ ആ സത്യം നിങ്ങൾക്ക് ഒരു വലിയ മോചനമാണ്. ആ സത്യം അറിഞ്ഞ ശേഷം നിങ്ങൾ ശക്തരാകും. ആ ശക്തി ആരും പൊളിക്കില്ല. ആ ശക്തി ആരും കൊണ്ടുപോകില്ല. ആ സത്യം അറിഞ്ഞ ശേഷം ദേഷ്യം കൊള്ളരുത്. പ്രതികാര ചിന്ത വേണ്ട. ആ വ്യക്തിയെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം. ദൈവം ആ കണക്ക് ചോദിക്കും. ദൈവം ആ ന്യായം നടത്തും. ശനി ന്യായം നൽകുന്ന ഗ്രഹമാണ്. ശനി ഒരിക്കലും ഒരു തെറ്റും മറക്കില്ല. ആ ന്യായം സമയമെടുക്കും, പക്ഷേ ഉറപ്പായും ലഭിക്കും. നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണം. നിങ്ങൾ ശാന്തത കൈക്കൊള്ളണം. ആ ശാന്തത നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാണ്. ഒളിഞ്ഞ അപകടങ്ങളെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞേ മതിയാകൂ. ഈ ഘട്ടത്തിൽ ഒളിഞ്ഞ ശത്രുക്കൾ സജീവമാണ്. ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളുടെ ബിസിനസ് ആശയങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ ജാഗ്രതയോടെ ഇരിക്കണം. ഈ ഘട്ടത്തിൽ അനാവശ്യ ആളുകളോട് ജീവിതത്തിന്റെ ആന്തരിക കാര്യങ്ങൾ പറയരുത്. ഓരോ വാക്കും ഒരു ആയുധം ആകാം. ഓരോ രഹസ്യവും ഒരു ആപത്ത് ആകാം. ജ്ഞാനിയായ ഒരാൾ ആദ്യം കേൾക്കും, ഒടുവിൽ മാത്രം സംസാരിക്കും. ഈ ഘട്ടത്തിൽ ആ ജ്ഞാനം ആവശ്യമാണ്. ആത്മീയ വളർച്ചയ്ക്ക് ഇത് ഒരു അനുഗ്രഹീത കാലഘട്ടമാണ്. കേതുവിന്റെ ഊർജം ഇപ്പോൾ ആത്മാവിൽ ഒരു തീ ജ്വലിപ്പിക്കുകയാണ്. ആ തീ ഇരുട്ടിനെ ഓടിക്കും. ആ തീ ഭ്രമങ്ങളെ കത്തിക്കും. ആ തീ ഒരു ദൈവദർശനം ഉണ്ടാക്കും. ഈ ഘട്ടത്തിൽ ക്ഷേത്ര ദർശനം ചെയ്യണം. ദൈവനാമം ജപിക്കണം. ദിവസവും ഒരു ചെറിയ ധ്യാനം ചെയ്യണം. ആ ധ്യാനം ഒരു കവചം ആകും. ആ കവചം ഒളിഞ്ഞ ശക്തികളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവം ഒരിക്കലും നിങ്ങളെ വിടില്ല. ഇനി പരിഹാരങ്ങളെക്കുറിച്ച് പറയണം. ഈ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്താൽ ഗ്രഹദോഷങ്ങൾ ശമിക്കും. ഭാഗ്യം കൂടും. ജീവിതം ഉജ്ജ്വലമാകും. ദിവസവും രാവിലെ സൂര്യ നമസ്കാരം ചെയ്യണം. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം ദിവസവും ഉരുവിടണം. ആഴ്ചയിൽ ഒരിക്കൽ ക്ഷേത്രത്തിൽ പോകണം. ഗുരുവിന്റെ അനുഗ്രഹം ലഭിക്കാൻ ഗുരുക്കന്മാർക്ക് ആദരവ് നൽകണം. ശനിയുടെ കൃപ ലഭിക്കാൻ ദരിദ്രർക്ക് ഭക്ഷണം നൽകണം. രാഹുവിന്റെ ദോഷം ശമിക്കാൻ ദുർഗദേവിക്ക് ദീപം തെളിക്കണം. ഈ ചെറിയ കാര്യങ്ങൾ ഒരു വലിയ ഫലം ഉണ്ടാക്കും. ഈ ചെറിയ കർമ്മങ്ങൾ ഒരു വലിയ കവചം ഉണ്ടാക്കും. ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കണം. ജീവിതം ഒരിക്കലും ഒരു ദിശയിൽ മാത്രം ഓടില്ല. ഉയർച്ചയും താഴ്ചയും, ആനന്ദവും ദുഃഖവും, ജയവും തോൽവിയും, ഇതെല്ലാം ഒരു ചക്രമാണ്. ആ ചക്രം ഇപ്പോൾ ഒരു നല്ല ഘട്ടത്തിലേക്ക് തിരിയുകയാണ്. ആ ഘട്ടം മേടം രാശിക്കാർക്ക് ഒരു വലിയ ഉപഹാരമാണ്. ആ ഉപഹാരം ഏറ്റുവാങ്ങാൻ തയ്യാറാകണം. ഭൂതകാലത്തിന്റെ ഭാരം ഇനി ചുമക്കേണ്ട. ഭൂതകാലം ഒരു ആശ്രയമല്ല. ഭൂതകാലം ഒരു ആജ്ഞാനം. ആ ജ്ഞാനം ഉൾക്കൊണ്ട് ഭാവിയിലേക്ക് നടക്കണം. ആ നടത്തം ഒരു ഊർജ്ജസ്വലമായ നടത്തമായിരിക്കണം. ഈ നേരത്ത് ഒരു വലിയ ദൈവചക്രം ഉരുളുകയാണ്. ആ ചക്രം മേടം രാശിക്കാരെ ഒരു ഉന്നതിയിലേക്ക് കൊണ്ടുപോകാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. ആ ഉന്നതിക്ക് ആരും തടസ്സം നിൽക്കില്ല. ആ ഉന്നതിക്ക് ആരും കൈനീട്ടി തടയില്ല. ഗ്രഹസഞ്ചാരം ഒരു ദൈവകൽപ്പനയാണ്. ആ കൽപ്പന ഒരിക്കലും തെറ്റില്ല. ആ കൽപ്പന ഒരിക്കലും ഒടിയില്ല. ഈ ഒരു കാര്യം നിങ്ങൾ ഹൃദയത്തിൽ ഉൾക്കൊണ്ടാൽ മതി. ബാക്കി ദൈവം ചെയ്യും. ബാക്കി ഗ്രഹങ്ങൾ ചെയ്യും. ബാക്കി പ്രപഞ്ചം ചെയ്യും. പ്രിയ മേടം രാശിക്കാരെ, ഈ ലോകത്ത് ഓരോ ആളും ഒരു കാരണത്തിനു വേണ്ടി ജനിച്ചിരിക്കുന്നു. ആ കാരണം ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഓർമ്മ വരും. ഒരു ആഴമേറിയ ഓർമ്മ. ഒരു ആത്മനിർഭയത്തിന്റെ ഓർമ്മ. ദൈവം നിങ്ങൾക്ക് ഒരു ദൗത്യം നൽകിയിരിക്കുന്നു. ആ ദൗത്യം നിർഭയമായി ചെയ്യണം. ആ ദൗത്യം ചെയ്യുമ്പോൾ ആരെയും ഭയക്കേണ്ട. ഒരു ഗ്രഹത്തെയും ഭയക്കേണ്ട. ഒരു ദോഷത്തെയും ഭയക്കേണ്ട. കാരണം ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒരു ശക്തിക്കും നിങ്ങളെ ഒടിക്കാൻ കഴിയില്ല. ആ വിശ്വാസം ഒരു ആയുധമാണ്. ആ ആയുധം നിങ്ങൾ ഒരിക്കലും കൈവിടരുത്. അടുത്ത ദിവസങ്ങളിൽ ഒരു അത്ഭുതം കാണാൻ തയ്യാറായിരിക്കണം.
ഒരു 100% നടക്കാൻ പോകുന്ന ഒരു അത്ഭുതം. ആ അത്ഭുതം ചെറുതായിരിക്കില്ല. ആ അത്ഭുതം ഒരു വലിയ ആനന്ദം ആകും, ഒരു വലിയ ആശ്ചര്യം ആകും, ഒരു വലിയ നന്ദി, ഒരു വലിയ കൃതജ്ഞത. ആ അത്ഭുതം നടന്നു കഴിഞ്ഞാൽ ദൈവത്തിന് ഒരു നന്ദി പറയണം, ഒരു ദീപം തെളിക്കണം, ഒരു ക്ഷേത്ര ദർശനം നടത്തണം. ആ നന്ദി ഒരു ദൈവസ്തുതി ആകണം. ആ ദൈവസ്തുതി ഇനിയും കൂടുതൽ ഭാഗ്യം ആകർഷിക്കും. ഓർക്കണം, ജീവിതത്തിൽ ഏറ്റവും വലിയ ശക്തി ഭയമല്ല, വിശ്വാസമാണ്. ഏറ്റവും വലിയ ആയുധം ദേഷ്യമല്ല, ക്ഷമയാണ്. ഏറ്റവും വലിയ ജ്ഞാനം ഗർവ്വല്ല, വിനയമാണ്. ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടാൽ ഒരു ഗ്രഹദോഷവും നിങ്ങളെ ഒടിക്കില്ല, ഒരു ദുഃഖവും നിങ്ങളെ കുഴിക്കില്ല, ഒരു ശത്രുവും നിങ്ങളെ ജയിക്കില്ല. ഈ ഒരു സത്യം ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ അടുത്ത 15 ദിവസങ്ങൾ ജ്ഞാനത്തോടും ഭക്തിയോടും ഇച്ഛാശക്തിയോടും ഒരുമിച്ച് നടക്കണം. പ്രിയ മേടം രാശിക്കാരെ, ദൈവം നിങ്ങൾക്കു വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ആ പ്ലാൻ ഈ ദിവസങ്ങളിൽ ഒന്നൊന്നായി നടക്കാൻ തുടങ്ങും. ആ ദൈവ ഇച്ഛ ഒരിക്കലും ഒടിയില്ല. ആ ദൈവ ഇച്ഛ ഒരിക്കലും തോൽക്കില്ല. ആ ദൈവ ഇച്ഛ ഒരിക്കലും തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല. ആ ഇച്ഛ ഒരു ദൈവചലനമാണ്. ആ ചലനം ഒരു പ്രളയം പോലെ ഒഴുകും. ആ ഒഴുക്കിൽ നിങ്ങൾ ഒരു ഭദ്രമായ ഓടം പോലെ ആടും, പക്ഷേ ഒരിക്കലും മുങ്ങില്ല. ആ ഓടത്തിന്റെ നാവിഗേറ്റർ ദൈവം തന്നെയാണ്. ആ ദൈവം ഒരിക്കലും നിങ്ങളെ തനിച്ചാക്കില്ല. ഇനി ഒരു ദുരൂഹ സൂചന നൽകണം. ഈ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം ഒരു പുതിയ ഗ്രഹചലനം ആരംഭിക്കുകയാണ്. ആ ചലനം ഒരു ചരിത്ര ദൈവഘട്ടമാണ്. അതേക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ പറയും. ആ സന്ദേശം ഒരു ഞെട്ടൽ ആകും, ഒരു ആശ്ചര്യം ആകും, ഒരു ആനന്ദം ആകും. ആ വീഡിയോ നഷ്ടപ്പെടുത്തരുത്. ആ സന്ദേശം നിങ്ങൾക്ക് ഇനിയും ഒരു വലിയ ഊർജം നൽകും. ആ ഊർജം ഒരു ദൈവ ഊർജമായിരിക്കും. ആ ദൈവ ഊർജം ഒരിക്കലും ക്ഷയിക്കില്ല. മേടം രാശിക്കാർക്ക് ഒരു ഹൃദയ നിറഞ്ഞ ആശംസ. ദൈവം നിങ്ങൾക്ക് ആരോഗ്യം നൽകട്ടെ. ദൈവം നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി നൽകട്ടെ. ദൈവം നിങ്ങൾക്ക് സ്നേഹബന്ധങ്ങൾ ഉറ്റ ഒരു ജീവിതം നൽകട്ടെ. ദൈവം നിങ്ങൾക്ക് ജ്ഞാനം നൽകട്ടെ. ദൈവം നിങ്ങൾക്ക് ശക്തി നൽകട്ടെ. ദൈവം നിങ്ങൾക്ക് ഒരു ഉജ്ജ്വലമായ ഭാവി നൽകട്ടെ. ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് ഒരു ഉത്ഥാനം ആകട്ടെ, ഒരു പുനർജന്മം ആകട്ടെ, ഒരു പുതിയ ഉദയം ആകട്ടെ. ആ ഉദയം ഒരിക്കലും അസ്തമിക്കാതിരിക്കട്ടെ. ആ ഉദയം ഒരു ശാശ്വത പ്രഭ ആകട്ടെ. നമസ്കാരം.